തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ അവതരിപ്പിച്ചതാണ്. അന്ന് മാനേജ്മെന്റ് ചന്ദ്രൻ, നമ്മൾ ഫോറിൻ കമ്പനിയായ ആർണോൾഡ് ആൻഡ് റിച്ചറുമായി കൊളാബറേറ്റ് ചെയ്യുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതറിയാമല്ലോ. സോ നിങ്ങളുടെ ഡിമാൻഡ്സ് നടപ്പിൽ വരുത്തിയിട്ട് മതി ഫോറിൻ കൊളാബറേഷൻ ഒക്കെ. ചന്ദ്രൻ ഒന്ന് മനസ്സിലാക്കണം. ഫോറിൻ മെഷീനറികൾ കിട്ടി നമ്മുടെ കമ്പനി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഗുണം നിങ്ങൾ തൊഴിലാളികൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞങ്ങൾ ഡിമാൻഡ്സ് പിൻവലിക്കണമെന്നായിരിക്കും. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഈ ആവശ്യങ്ങൾ നിങ്ങളുടെ ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണ്. അത് നേടിയിട്ട് ഞങ്ങൾ മാറും. എന്നാൽ നീ നേടിയിട്ട് മാറിയാൽ മതി. കമ്പനി ഞങ്ങൾ കൂട്ടിയിടും. കൂട്ടുന്നത് കാണട്ടെ. കാണാനൊന്നുമില്ല. വിഷ്ണു, നോക്കൂ ചന്ദ്രൻ, ഫോറിൻ ഡെലിഗേറ്റ്സ് വരുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങളുടെ ഡിമാൻഡ്സിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാം. തീരുമാനം 2 ദിവസത്തിനുള്ളിൽ അറിയണം. അപ്പോ 2 ദിവസത്തിനുള്ളിൽ വിശ്വനാഥമേനോന്റെ തീരുമാനം അറിയാം അല്ലേ ചന്ദ്ര? അതെ. ഫോറിൻ ഡെലിഗേറ്റ്സ് നാളെ എത്തും. അതെ സർ. ആ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? ശരി, അപ്പൊ ഞാനങ്ങോട്ട്. ആ, ഇനി ഇവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. Mr. Frank, meet my family friend, Mr. Ravindra Nair, Inspector General of Police. Nice to meet you. Hello. Mr. Richard. ഹലോ. അങ്കിൾ, രാജ്കുമാർ എപ്പത്തും? ഉടനെ എത്തും. അല്ല മേനോജേട്ടാ, നമ്മുടെ പിള്ളേരുടെ കാര്യം ഉടനെ നടത്തണ്ടേ? അതൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? അതെ, ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അവൻ അമേരിക്കയിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മതി. ഹായ്, ഗുഡ് ഈവനിങ് അങ്കിൾ. മോളെ. ഹലോ. ഹലോ. കുമാർ എപ്പോഴാണ് അമേരിക്ക പോകുന്നത്? അടുത്ത ആഴ്ച. മോളെ, കുമാറിനെ കണ്ടില്ലേ? ഹലോ. ഹലോ. അമേരിക്ക പോവാ കുമാർ അടുത്ത ആഴ്ച. തിരിച്ചു വന്നാൽ ഉടൻ. ശ്രീദേവി, ആ ദാ വരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സ്മാർട്ട് ഗേൾ. എങ്ങനെയുണ്ട് രാജ്കുമാർ? രാജകുമാരനൊന്നും എനിക്ക് വേണ്ട. അപ്പൊ ഇഷ്ടപ്പെട്ടില്ലേ മോക്ക്? ആർക്ക് വേണം അയാളെ? ഒരു അമൂൽ ബേബി. പിന്നെ എങ്ങനെ ഇരിക്കണം പയ്യൻ? എന്ന് പറഞ്ഞാ ഞാൻ നിക്കാൻ പറഞ്ഞ നിക്കണം, ഇരിക്കാൻ പറഞ്ഞ ഇരിക്കണം, മിണ്ടാൻ പറഞ്ഞ മിണ്ടണം, മിണ്ടരുതെന്ന് പറഞ്ഞ മിണ്ടരുത്. ചുരുക്കത്തിൽ ഒരു ഭർത്താവായിരിക്കണം. ആഗ്രഹം കൊള്ളാം. പക്ഷേ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. അതിനെ വേറെ ആളെ നോക്കണം. എന്താടി, അവക്ക് അവനെ പിടിച്ചില്ലേ? ഓ, കൊച്ചുകുട്ടിയല്ലേ. അവക്ക് വല്ല പ്രേമോ മറ്റോ ഉണ്ടോ? പിന്നെ മേലെ വീട്ടിൽ വിശ്വനാഥ മേനോന്റെ മകൾ പ്രേമിച്ച് നടക്കല്ലേ? അല്ല, അഥവാ ആരെങ്കിലും അവളെ കയറി പ്രേമിച്ചാലും അവന്റെ അന്ത്യമാ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും. അവിടെ ഇരിക്കാം. മോട്ടോർ മെക്കാനിക്കുകളുടെ ലോകത്തെ ദുഷന്ത മഹാരാജാവായ എന്റെ മനം കവർന്ന ശകുന്തളെ, നിന്റെ പേരെന്താണ്? ആരുടെ പേരാ ചാച്ചന്റെ രാവിലെ അറിയേണ്ടത്? ആരുടെ ഇല്ല പേരോ? എന്ത് പേര്? ഇന്നെന്താ വർക്ക്ഷോപ്പിലൊന്നും പോകുന്നില്ല? ഇതെന്താ ചാച്ച? ഏത്? ഇത് എന്റെ കർച്ചീഫ്. ഇത് പെണ്ണുങ്ങളുടെ സ്കാർഫ് അല്ലേ? നല്ല സ്കാർഫ്.
കുറച്ച് നാളെ ഇതുപോലെ ഒന്ന് വാങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എടിയാ ഈ ചാച്ചാൻ എന്തിനാ പെണ്ണുങ്ങളുടെ സ്കാർഫ്? പെണ്ണുങ്ങൾക്ക് മാത്രമേ കേട്ടാളോ ആരും പറഞ്ഞു ആണുങ്ങൾക്ക് കേട്ടാ. സത്യം പറയ് ചാച്ചാ, ഇതാരുടെയാ? പൊടി അവിടുന്ന് അവളുടെ ഒരു കിന്നാരം. ആഹാ, അപ്പൊ അത് ശരി. അമ്മേ, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഒരു സ്കാർഫ് അത്രയല്ലേ ഉള്ളൂ, ആ. ഞാൻ തരാം. 100 രൂപ ഉണ്ട്, പോയി സ്കാർഫ് വാങ്ങിച്ചു. മിസ്റ്റർ സാം അലക്സാണ്ടർ. മോളെ പിന്നെ സ്കാർഫ് കെട്ടുന്നതൊക്കെ കൊള്ളാം, കാറ്റത്ത് പറന്ന പോലെ കേട്ടോ. ഓ, ആരോടും പോയി പറയരുതീ കഥ മാനേ, പുള്ളിമാനേ. തൊഴിലാളികൾ അവരുടെ നേതാക്കന്മാരും പറയുന്നത് ചന്ദ്രനെ ഞാൻ കൊന്നെന്നാ. അതും പറഞ്ഞ് അവരുടെ കരാബോയും പിക്കറ്റിങ്ങും ഒക്കെ. അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ കമ്പനി പൂട്ടിയിടുമെന്ന്. അല്ലാതെ അവനെ കൊല്ലേണ്ട കാര്യം എനിക്കില്ലെങ്കിൽ. ആ, അതെനിക്കറിയില്ലേ മോനെ, പക്ഷെ സാഹചര്യം നിനക്കെതിരാണ്. എന്തായാലും വിഷമിക്കാനൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ തൊഴിലാളികളുടെ ഇഷ്യൂ അതൊക്കെ അങ്ങ് ശരിയായിക്കൊള്ളും. മോൻ ധൈര്യമായിട്ട് പൊയ്ക്കോ, IG അങ്കിളില്ലേ കൂടെ, ചെല്ല്. അപ്പൊ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് മേലെ വീട്ടിൽ പ്രഭാകരമേനോന്റെ ക്യാഷ്യറായിരുന്ന എന്റെ അച്ഛൻ കുറച്ച് പണം എടുത്തതിന് കള്ളനെന്ന മുദ്ര കുത്തി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ആ അപമാന ഭാരത്താൽ അച്ഛൻ ആത്മഹത്യ ചെയ്യുമ്പോഴും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതെ എന്റെ പാവം അമ്മയ്ക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോഴും മേലെ വീട്ടുകാർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നു. ആ, അന്നെന്റെ കുടുംബത്തോട് കാട്ടിയ കൊടും ക്രൂരതയ്ക്ക് പകരം വീട്ടാതെ ഞാൻ അടങ്ങുമോ? ഇപ്പൊ ചന്ദ്രനെ കൊന്നത് മേലെ വീട്ടുകാർക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് മാത്രം. ഇത്രയും പക ആ കുടുംബത്തോടുണ്ടെങ്കിൽ ഞാൻ എന്തിനെ ശ്രീദേവിയെ വിവാഹം ചെയ്യണം? വേണം. മേലെ വീട്ടുകാരുടെ സ്വത്തും പ്രതാപവും എല്ലാം ശ്രീദേവിയുടെ പേരില്ല. അവളിലൂടെ നമുക്ക് നേടാനാവും. അതുകൊണ്ട് അവളെ നമുക്ക് വേണം. ഇത്രയായിട്ടും പണി പഠിച്ചില്ല, ഒന്ന് അവർക്ക് തുടങ്ങിയോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ മേസ്ത്രി? ഇത് അവളുടെ വണ്ടിയല്ലേ? ശകുന്തളയുടെ, കൊട്ടാരക്കര നമ്മുടെ അപ്സരസിന്റെ. എന്താ മിസ്റ്റേക്ക്? മിസ്റ്റേക്ക് ഒന്നുമില്ല, ഒരു പോളിഷിംഗ്. പോളിഷിംഗ് മാത്രം പോരാ, ഇന്ന് ഈ സാംസ് ഗാരാജിന്റെ, എന്റെ, പപ്പു മേസയുടെ, മമ്മൂഞ്ഞിന്റെ, പ്രേമന്റെ എല്ലാവരുടെയും ടെക്നിക്കൽ എക്സലൻസ് ഇതിൽ കാണിക്കണം. എടുത്ത് മാറ്റേ, അവിടെ നിന്ന് മാറണോ? നീ ഇപ്പുറത്ത് വാ, ഇറങ്ങണം അവിടെ. തൊട്ടു വരുന്ന വണ്ടി പറയേ. മെസ്സിരി എറിയരുത്, എറിയരുത്. സോറി. ഇതാണ് ശകുന്തള. ഇതാണ് ശകുന്തള. സോറി, മൈ മിസ്റ്റേക്ക്. അമ്മേ, എന്റെ കഴുത്തേ. അവൻ എന്റെ കൈ കിട്ടിയ ഞാനവനെ പൊടിച്ചു കളയും. അതിന് അവൻ മനഃപൂർവ്വം ഒന്നും ചെയ്തല്ലോ. അതെ, അവൻ മനഃപൂർവ്വം ചെയ്തത് തന്നെയാ. അച്ഛനിങ്ങി വരട്ടെ, ഇന്നത്തോടെ അവന്റെ വർക്ക്ഷോപ്പ് ഞാൻ പൂട്ടിച്ചേക്കാം. എന്താ എന്ത് പറ്റി എന്റെ ശ്രീമോൾക്ക്? ഒന്നുമില്ല, ബാത്റൂമിൽ കാല് തെറ്റി വീണതാ. മോൾക്ക് വലിയ വേദനയുണ്ടോ? എന്നാലും നമുക്കൊന്ന് എക്സ്റേ എടുപ്പിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. 2 നേരം ആവി പിടിച്ചാ മതി. അതിന് ഇവിടെ അടങ്ങിയിരിക്കണ്ടേ? പോ ലക്ഷ്മി എടുത്തി.
അതൊക്കെ അച്ഛന്റെ മോൾ ഇരുന്നോളും അല്ലേ മോളെ? എന്ത് ത്രില്ലിംഗ് ആണെന്നോ? അതെന്താ കയ്യില്? പിന്നെ എന്റെ കയ്യിലുണ്ട്. You fool! അയ്യോ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോറി സോറി. എന്റെ ടയറ് എനിക്ക് വച്ചിട്ടുണ്ട്.